ഒരു 86 മുതൽ ഈ 2011 വരെയുള്ള ഏകദേശം വേൾഡിലുള്ള എല്ലാ കാർഡ്സും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. 1 ലക്ഷത്തോളം കാർഡ്സ് ഉണ്ട്. പക്ഷേ 1 ലക്ഷം കാർഡെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും കാർഡ്സിനെ കുറിച്ച് അറിയില്ല. അതിൻ്റെ ക്ലബ്ബും ഇല്ലാത്തതുകൊണ്ട് ആരും ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്ന് ഈ കാർഡ്സിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞ് ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി നാളെ ഒരു തലമുറ വാർക്കണം. അതിനെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ മറ്റുള്ള കമ്പനി നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന മറ്റു ഈ ഐഡിയാസ് വോഡഫോൺ പോലത്തെ നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ അവരൊക്കെ അതേ കണക്ക് വലിയ വലിയ മൾട്ടി കമ്പനി റിലയൻസ് പോലത്തെ കമ്പനി മുന്നോട്ട് വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ ആരും സാധിച്ചിട്ടില്ല. നല്ല ഏതെങ്കിലും കമ്പനി എനിക്കൊരു പ്രോത്സാഹനം സ്പോൺസർ ചെയ്ത് എന്നെ ഇതിന് മുന്നോട്ടൊരു ഗാലറി പഠിക്കാനും അതിനെ നല്ലത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇത് നല്ലൊരു ഭാവിക്ക് വേണ്ടി അത് നല്ലൊരു സെറ്റിംഗ് ആക്കിയിട്ട് ഇതിനെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കണം അല്ലെങ്കിൽ കമ്പനി ഏതെങ്കിലും കമ്പനി ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നശിപ്പിച്ച് കളയാതെ നല്ല രീതിയിൽ ഇത് സൂക്ഷിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാവരും എന്നെ സഹായിച്ച് എന്നെ അതിനൊരു ഒന്നും കൂടെ എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ കാർഡ് വന്നിട്ട് റോമിലെ കാർഡാണ്. ഈ റോമിലെ കാർഡ് 94 കാർഡാണ്. ഇത് ഞാൻ ഈ കാർഡ് വാങ്ങാൻ വേണ്ടി നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്താണ് ഞാൻ കാർഡ് വാങ്ങിച്ചത്. അന്ന് ഈ മഹാനായ വ്യക്തി മരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വാങ്ങുന്ന സമയത്ത് 2005 മരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കാർഡിൻ്റെ വില മനസ്സിലാക്കിയത്, ഈ കാർഡിലിരിക്കുന്ന വ്യക്തിയുടെ രൂപം മനസ്സിലാക്കിയത്. ഒരു കാർഡ് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ പിറകെ 2-3 കാർഡ് ഉണ്ടെന്നറിഞ്ഞു. പക്ഷെ അത് ഞാൻ നെറ്റ് നോക്കിയപ്പോഴാണ് കണ്ടത്. പക്ഷെ അത് കിട്ടുവാണെങ്കിൽ പിന്നെ ഞാൻ ഭാഗ്യം ചെയ്തതായിരിക്കും. ഇനിയും കാർഡിൽ കുറച്ച് കിട്ടാനുണ്ട്. അതെല്ലാവരും സഹായിക്കണം. വലിയൊരു ഗാലറി നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കണം. അത് ഇതിൽ വരുന്ന തലമുറ അത് കണ്ട് ആസ്വദിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാർഡാണ് 85 കാർഡ് ഞാൻ അവിടെ വച്ചിട്ടുണ്ട്. ഈ കാർഡ് മുതലാണ് എൻ്റെ കാർഡ് കളക്ഷനിലായിട്ട് ഞാൻ ആരംഭം കുറിച്ചു കൊണ്ടുപോകുന്നത്. കോമാട്ടിലെ കാർഡാണ്. ഇത്രയും കാർഡിൽ വന്നാണ് എൻ്റെ ഈ കാർഡിൻ്റെ ക്വാളിറ്റി കണ്ട് ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി. കളക്ട് ചെയ്ത് എനിക്കിപ്പം ഇത്രയും കാർഡ് ആയത് തിരിഞ്ഞ് നോക്കാൻ നേരത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഇത് നോക്കി പലതും കളക്ട് ചെയ്ത് എല്ലാവരും ഈ നാടിന് വേണ്ടി സഹായം വേണ്ടി വരും. അടുത്ത തലമുറയെ വാർക്കണമെങ്കിൽ അതായത് ഇതേ കണക്ക് പല ഷോർട്ട് കാർഡുണ്ട്. ഞാൻ അറിയാതെ തന്നെ കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ കിട്ടാതെ വന്ന കാർഡ് ഞാൻ കാണിച്ചു തരാം. 1000 പ്രിൻ്റുള്ള കാർഡുണ്ട്. ഇതെല്ലാം 1000 പ്രിൻറ്റിൻ്റെ കാർഡാണ്. ഇതെല്ലാം ഷോർട്ടാണ്. ഇതെല്ലാം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അത് കണക്കിന് ഗാല മോസ്കിൻ്റെ ഒരു കാർഡുണ്ട്. അതിൽ 1000 പ്രിൻ്റുള്ള കാർഡാണ്. അതുപോലെ യൂറോപ്പിൽ നടത്തിയ എക്സിബിഷൻ്റെ ഒരു കാർഡ് ഇരിക്കൊണ്ട് ഞാനത് കാണിച്ചു തരാം. ഓവറൊക്കെ 1000 പീസുള്ള കാർഡാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്.
1000 അതും ഉള്ളൂ. ട്രേജറിൻ്റെ കാർഡ്, യു എയിലെ ട്രേജറിൻ്റെ കാർഡ്. അങ്ങനെ പലതും ഞാൻ ഒളിച്ചു Hi friends, myself Hari. I'm forwarding this message to all of you. Please forward this video to all your friends and please cooperate this man's collection and please let this thing be a big change in his life. And this man is a poor man. As we know, he is an ordinary man living with a crazy mind of card collection on his mind. So please cooperate and please forward this video to all your friends, family, all over worldwide. Thank you.